ഒരാത്മാർത്ഥതയുള്ള അന്വേഷകൻ തൻ്റെ ഗുരുവിനെ കണ്ടെത്തുമ്പോൾ അയാൾ ഗുരുവിനോട് ചോദിക്കുന്നു, എന്താണ് സത്യം? എനിക്ക് എങ്ങനെ സത്യത്തിലെത്താൻ കഴിയും? ഗുരു പറയുന്നു, നീ ധ്യാനിക്കുക. നീ ധ്യാനിച്ചാൽ നിനക്ക് സത്യത്തിലെത്താം, സത്യത്തെ അനുഭവിക്കാം. ഉടനെ ശിഷ്യൻ ചോദിക്കുന്നു, എന്താണ് ധ്യാനം? പൂർണ്ണനായ ഗുരു പറയുന്നു, സൂക്ഷ്മമായ നിരീക്ഷണമാണ് ധ്യാനം. സൂക്ഷ്മമായ നിരീക്ഷണം കൊണ്ട് എനിക്ക് എന്താണ് ലഭിക്കുന്നത്? ശിഷ്യൻ തിരിച്ചു ചോദിക്കുന്നു. സൂക്ഷ്മമായ നിരീക്ഷണം കൊണ്ട് നീ കേവല ജ്ഞാനത്തിലെത്തുന്നു. കേവല ജ്ഞാനം നിന്നെ കേവല അനുഭവത്തിലേക്ക് എത്തിക്കുന്നു. ആ കേവല അനുഭവമാണ് സത്യം. അതാണ് നിന്റെ സ്രോതസ്. അതിൽ നിനക്ക് എന്നേക്കുമായി ലയിച്ചു ചേരാം. ഇതാണ് ഗുരു നൽകുന്ന മറുപടി. ബോധശാസ്ത്രത്തിൻ്റെ 17ാമത്തെ എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പരമാനന്ദ സ്വരൂപമായ ദൈവമാണോ, അല്ലെങ്കിൽ ആ ദൈവത്തെ അനുഭവത്തിലും അറിവിലും കണ്ടെത്തിയ ബുദ്ധനാണോ ഗോപാലൻ എന്ന നിരീക്ഷകനായി ജാഗ്രതത്തിലേക്ക് ഇറങ്ങി വന്ന് ജീവിതം ദുഃഖവും വേദനയുമായി അനുഭവിക്കുന്നത് എന്നാണ് ഈ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത്. ആരാണ് ഈ ജാഗ്രതത്തിലേക്ക് ഉണർന്നത്, അല്ലെങ്കിൽ ഈ സൃഷ്ടികർമ്മം നടത്തിയത് എന്ന് അറിയുന്നതിന് മുൻപ് നമുക്ക് ഇന്ന് നിലനിൽക്കുന്ന പാശ്ചാത്യ പൗരസ്ത്യ മതങ്ങൾ അല്ലെങ്കിൽ ആത്മീയ ശാസ്ത്രങ്ങൾ എന്താണ് ദൈവത്തെക്കുറിച്ചും സൃഷ്ടിയെക്കുറിച്ചും പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. പൗരസ്ത്യ മതങ്ങൾ പറയുന്നു, ദൈവം ജാഗ്രത ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നത് വെറുതെ കളിക്കാൻ വേണ്ടി മാത്രമാണ്. ജീവിതം ഒരു നാടകമാണ്, അതൊരു കളിയാണ്. ദൈവം ഒരു നിരീക്ഷകനായി ഈ കളിയിൽ ഏർപ്പെട്ട് രസിക്കാൻ വന്നിരിക്കുന്നു എന്നാണ് പൗരസ്ത്യ മതങ്ങൾ പ്രധാനമായും പറയുന്നത്. എവിടെയാണ് കളികളുടെ ആവശ്യം വരുന്നത്? ജീവിതം എടുത്താൽ പൊങ്ങാത്ത ഭാരമായി, വിരസതയായി, ദുഃഖമായി, വേദനയായി അനുഭവിക്കുമ്പോൾ അതിൽ നിന്നും താൽക്കാലികമായി ഒരു മോചനത്തിനു വേണ്ടി നാം എല്ലാം കളിക്കുകയും കളികളിൽ ഏർപ്പെടുകയും കളി കാണുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മുടെ വിരസതയെ നാം അകറ്റാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെയാണ്. ഈ മനുഷ്യ സ്വഭാവത്തെയാണ് നാം ദൈവത്തിൽ ആരോപിച്ചത്. അതുകൊണ്ട് പരമാനന്ദ സ്വരൂപമായ ദൈവത്തിന് അത്തരമൊരു കളിയിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ പരമാനന്ദത്തേക്കാൾ കുറഞ്ഞ ഒരു സന്തോഷം അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്നിതിൽ നിന്നും വ്യക്തമാകുന്നു. ലോക ജനതയുടെ 2/3 ഭാഗവും നിറഞ്ഞു നിൽക്കുന്ന സെമറ്റിക് മതക്കാരെക്കുറിച്ച് നമുക്ക് നോക്കാം. അവരെന്താണ് പറയുന്നത്? സെമറ്റിക് മതങ്ങൾ പറയുന്നു, ദൈവം സൃഷ്ടികർത്താവാണ്, ദൈവം വിധികർത്താവാണ്, ദൈവമാണ് ഈ പ്രപഞ്ചത്തെയും മനുഷ്യരെയും സൃഷ്ടിച്ചത്. എന്തിനാണ് ദൈവം ഈ മനുഷ്യരെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചത്? അവർക്ക് വ്യക്തമായ ഉത്തരമുണ്ട്. നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. ദൈവം ഒരു പരമാധികാരമാണ്. ദൈവം ഒരു അതിഭൗതിക ശക്തിയാണ്. നമ്മുടെ ജീവിതത്തെ ദുഃഖമാക്കാനും ദുരിതമാക്കാനും സന്തോഷമാക്കാനും ഒക്കെ ദൈവത്തിന് കഴിയും എന്നാണ് അവർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അവരവരുടെ വിശ്വാസികളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ദൈവം കൽപ്പനകൾ നൽകി നമ്മെ അടിമകളാക്കി ദൈവത്തെ അനുസരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് ഇവർ നമ്മെ വിശ്വസിപ്പിക്കുന്നത്. എവിടെയാണ് അനുസരണം? പരമാനന്ദ സ്വരൂപമായ ദൈവത്തിന് നിരീക്ഷകരായ നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ കൊണ്ട് അനുസരിപ്പിക്കേണ്ട ആവശ്യമില്ല. എവിടെയാണ് അനുസരണയുടെ ആവശ്യം വരുന്നത് നമുക്ക് നോക്കാം. ബുദ്ധിയുള്ള ഒരു ജനത, സ്വാർത്ഥരായ കുറേ മനുഷ്യർ സ്വാർത്ഥത കുറഞ്ഞ പാവങ്ങളെ അടിമകളാക്കി തങ്ങളുടെ ആവശ്യങ്ങൾക്കും തങ്ങളുടെ അധികാരങ്ങൾക്കും തങ്ങളുടെ സമ്പത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ അവിടെയാണ് അനുസരണത്തിന് പ്രസക്തി വരുന്നത്. അനുസരിക്കാത്ത ഒരു ജനതയെ ഒരു കാരണവശാലും അടിമകളാക്കാൻ സാധ്യമല്ല. അപ്പോൾ അടിമത്ത വ്യവസ്ഥിതിയിൽ നിന്നാണ് അനുസരണം എന്ന പ്രക്രിയ ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ദൈവത്തിൻ്റെതല്ല. ദൈവമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ദൈവം ആർക്കും ഒരു കൽപ്പനയും കൊടുത്തിട്ടില്ല. അതിൻ്റെ ആവശ്യവും ദൈവത്തിനില്ല. മാത്രമല്ല, ദൈവത്തിന് ഈ നരകയാതനയിലേക്ക് ഒരു നിരീക്ഷകനായി ജനിക്കേണ്ട ആവശ്യവുമില്ല എന്ന് നമുക്ക് വ്യക്തമാണ്. അതാണ് ബോധശാസ്ത്രം ഇത്രയും എപ്പിസോഡുകളിൽ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. ദൈവമല്ല ഈ സൃഷ്ടികർമ്മം നടത്തിയത് എന്ന്. അപ്പോൾ
അനുസരണം എന്ന് പറയുന്നത് ഒരു മാനുഷിക സ്വഭാവമാണ്. ഈ മാനുഷിക സ്വഭാവത്തെ നാം ബുദ്ധിയുള്ളവർ ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യരിൽ അടിച്ചേൽപ്പിക്കുകയാണ്. കാരണം അത് അനുസരണത്തെ ഒരു നിയമമായി കൊണ്ടുവന്നാൽ സാധാരണ ജനങ്ങൾ ഒരു പരിധി കഴിഞ്ഞ് അത് അനുസരിക്കുകയില്ല. അങ്ങനെ അനുസരിക്കാതെ വരുമ്പോൾ അവിടെ വിപ്ലവമുണ്ടാകും, അവിടെ അരാജകത്വം ഉണ്ടാകും. അത് തടയാൻ വേണ്ടി പുരോഹിതവർഗം, ബുദ്ധിയുള്ള പുരോഹിതവർഗം മറ്റൊരു മാർഗം നിർദ്ദേശിച്ചു. ദൈവത്തിൻ്റെ നാമത്തിൽ അനുസരണ അടിച്ചേൽപ്പിക്കുക. അതിൽ അവർ വിജയിച്ചു. നിയമങ്ങൾ തോറ്റുപോയി. നിയമത്തേക്കാൾ ശക്തമായി മതങ്ങൾക്ക് മനുഷ്യരെ അനുസരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഇതിൻ്റെ പരമാർത്ഥം. പിന്നീട് അവർ പറയുന്നു, മനുഷ്യർ പാപികളാണ്, ജന്മം കൊണ്ട് തന്നെ മനുഷ്യർ പാപികളാണ്, അതുകൊണ്ട് ദൈവം പാപികളെ ശിക്ഷിക്കും. എന്താണ് പാപം? അത് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ഒരു ജനതയ്ക്ക് സാധ്യമല്ല. എപ്പോഴാണ് ഞാൻ പാപം ചെയ്തത്? ആരോടാണ് ഞാൻ പാപം ചെയ്തത്? നിലനിൽക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ നാം ചെയ്യുന്നത് പാപങ്ങളാണോ? പാപവും പുണ്യവും ആപേക്ഷികമല്ലേ? ഇതെല്ലാം ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ചിന്തിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അതും ഒരു വലിയ നുണയാണ്. മനുഷ്യർ പാപികളല്ല. മനുഷ്യർക്ക് പാപികളാകാൻ സാധ്യമല്ല. കാരണം അവർക്ക് തിരിച്ചറിവുണ്ട്, വ്യക്തമായ ബോധമുണ്ട്, വ്യക്തമായ അറിവുണ്ട്. വീണ്ടും ഈ സെമറ്റിക് മതങ്ങൾ പറയുന്നു, നാം ദൈവത്തെ ആരാധിക്കണം, നാം ദൈവത്തെ പുകഴ്ത്തണം. നോക്കൂ, ആരാണ് ഈ ആരാധനയും പുകഴ്ത്തലും ഇഷ്ടപ്പെടുന്നത്? പരമാനന്ദ സ്വരൂപമായ ദൈവത്തിന് ആരാധനയുടെയും പുകഴ്ത്തലിൻ്റെയും ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. നമുക്കത് വിശദീകരിക്കാൻ സാധ്യമല്ല. അപ്പോൾ ആരാധനയും പുകഴ്ത്തലും ഇഷ്ടപ്പെടുന്നത് ആരാണ്? മനുഷ്യൻ തന്നെയാണ്. ഈ ലോകത്തിലുള്ള ദരിദ്രൻ മുതൽ ധനവാൻ വരെ, പണ്ഡിതൻ മുതൽ പാമരൻ വരെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് തന്നെ ആരെങ്കിലും പുകഴ്ത്തുക എന്നത്. തൻ്റെ കാലുകൾ തൊട്ട് വന്ദിക്കുക, തന്നെ ആരാധിക്കുക എന്നത് എല്ലാ മനുഷ്യരുടെയും മോഹങ്ങളും സ്വപ്നങ്ങളുമാണ്. എന്നാൽ അത്തരമൊരു ആരാധനയും അത്തരമൊരു പുകഴ്ത്തലും വളരെ കുറച്ചു പേർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന് നമുക്ക് കാണാം. അത്തരം ആളുകളെയാണ് നമ്മൾ ആൾദൈവങ്ങൾ എന്ന് വിളിക്കുന്നത്. ആൾദൈവങ്ങളെയാണ് മനുഷ്യർ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ആൾദൈവങ്ങളാണ് ആരാധനയും പുകഴ്ത്തലും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതൊരു മനുഷ്യ സ്വഭാവമാണ്, ഇതൊരു ദൈവിക സ്വഭാവമല്ല. ദൈവത്തെ നമ്മൾ ഉച്ചത്തിൽ പുകഴ്ത്തുന്നതും ആരാധിക്കുന്നതും ദൈവത്തിനു വേണ്ടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതും എല്ലാം മനുഷ്യ സ്വഭാവം ദൈവത്തിൽ ആരോപിച്ചുകൊണ്ടാണ്. മനുഷ്യ സ്വഭാവം ദൈവത്തിൽ ആരോപിക്കാതെ ഒരിക്കലും നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇതാണ് ബോധശാസ്ത്രം കണ്ടെത്തിയത്. ഇതിനെ നിഷേധിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇതിനെതിരായി ഒരു യുക്തി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പരിശ്രമിച്ചു നോക്കുക. അപ്പോൾ മനുഷ്യ സ്വഭാവത്തെ ദൈവത്തിൽ ആരോപിച്ച് ദൈവത്തെ അതിഭൗതിക ശക്തിയാക്കി മാറ്റി തന്നിൽ നിന്ന് അന്യമായി പുറത്തെവിടെയോ നിൽക്കുന്ന ഒരു പവറായി ദൈവത്തെ കാണുകയും അങ്ങനെ ആ ദൈവത്തിൻ്റെ നാമത്തിൽ ആ ദൈവത്തെ ഉപയോഗപ്പെടുത്തി ഭൂരിഭാഗം വരുന്ന പാവങ്ങളെ, ബുദ്ധി കുറഞ്ഞ മനുഷ്യരെ അടിമകളാക്കി സ്വാർത്ഥ താല്പര്യങ്ങൾ നേടാൻ വേണ്ടി, സമ്പത്ത് നേടാൻ വേണ്ടി, ആരാധനകളും പുകഴ്ത്തലുകളും കേട്ട് സുഖിക്കാൻ വേണ്ടി മനുഷ്യൻ തന്നെ നിർമ്മിച്ചതാണ് ഈ അതിഭൗതിക ശക്തിയായ ദൈവത്തെ. അങ്ങനെ ആ ദൈവത്തിൽ സൃഷ്ടികർമ്മം ആരോപിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഒരു കാരണവശാലും പരമാനന്ദ സ്വരൂപമായ ദൈവം അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്ന ബുദ്ധൻ ഒരു നിരീക്ഷകനായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഗോപാലനായി മാറിയിട്ടില്ല. അത് ഇവിടെ വ്യക്തമാണ്. അതിൽ സംശയത്തിൻ്റെ ഒരംശം പോലും നിലനിൽക്കുന്നില്ല. ഇനി നമുക്ക് വേദാന്തത്തിലേക്ക് പോകാം. വേദാന്തം ഒരു മതമല്ല, അതൊരു ആത്മീയ ശാസ്ത്രമല്ല. എന്താണ് വേദാന്തം? ഒരു നിരീക്ഷകൻ ആത്മാർത്ഥതയോടെ പൂർണ്ണമായി തന്നെ സമർപ്പിച്ചുകൊണ്ട്, തൻ്റെ ജീവിതത്തെ അവഗണിച്ചുകൊണ്ട് അയാൾ സത്യമന്വേഷിച്ചിറങ്ങിയപ്പോൾ സാക്ഷാൽ ദൈവം തന്നെ ഗുരുവായി അദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ഗുരു പകർന്നു നൽകിയ അറിവാണ് ഈ നിരീക്ഷകൻ എഴുതി വച്ചത്. ആ എഴുതിവെച്ച ആത്മീയതയാണ് വേദാന്തമായി മാറിയത്. അപ്പോൾ വേദാന്തം ഒരു മതമല്ല, അതൊരു ആത്മീയതയുമല്ല, അത് പരമമായ സത്യത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലക മാത്രമാണ്. വേദാന്തത്തിൽ എന്താണ് പറഞ്ഞത്? പരബ്രഹ്മ പരമാത്മാവ് ജീവാത്മാവായി താഴേക്കിറങ്ങി
പ്രപഞ്ചം സൃഷ്ടിച്ച് അതിൽ ഒരു വ്യക്തിയായി, നിരീക്ഷകനായി ജീവിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ജീവിതത്തിൻ്റെ ദുഃഖവും വേദനകളും അനുഭവിക്കേണ്ടതായി വന്നു. ഇതാണ് വേദാന്തം പറഞ്ഞത്. വീണ്ടും വേദാന്തം പറയുന്നു, പരബ്രഹ്മത്തിൽ നിന്നും ബ്രഹ്മം താഴേക്കിറങ്ങി ബ്രഹ്മാവായി മാറി ബ്രഹ്മാണ്ടമുണ്ടാക്കി അതിൽ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചു, കൂട്ടത്തിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. അങ്ങനെ മനുഷ്യജന്മം ലഭിച്ച ജീവന് മാത്രമേ മോക്ഷത്തിലേക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സത്യത്തെ അറിയാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ സത്യത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് വേദാന്തം പറഞ്ഞത്. ഇതാണ് ബോധശാസ്ത്രത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന അറിവ്. ബോധശാസ്ത്രം അംഗീകരിക്കുന്ന ഒരറിവാണിത്. ഇതാണ് സത്യവും. എല്ലാ പൗരസ്ത്യ പാശ്ചാത്യ മതങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നു, ദൈവത്തിലേക്കെത്താൻ നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകണം, നിങ്ങൾ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിലെത്താൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ മോക്ഷത്തിലെത്താൻ കഴിയുകയുള്ളൂ. എന്താണ് ജ്ഞാനം? എന്താണ് അറിവ്? ദൈവത്തിലേക്ക് എത്താൻ ആവശ്യമായ അറിവ് ഏതാണ്? ഇവിടെ ഈ ഭൂമിയിൽ ധാരാളം അറിവുകളുണ്ട്. ഭ്രമത്തിൽ അറിവുണ്ട്, വിഭ്രമത്തിൽ അറിവുണ്ട്, മധ്യഭ്രമത്തിൽ അറിവുണ്ട്. ഭ്രമത്തിലെ അറിവിനെയാണ് നാം സയൻസ് അഥവാ ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. ആ ശാസ്ത്രമാണ് നമുക്ക് ഒരുപാട് ജീവിത സൗകര്യങ്ങൾക്ക് ആവശ്യമായ ടെക്നോളജികൾ നൽകിയത്. ആ അറിവുകൊണ്ട് നമുക്ക് ദൈവത്തിലെത്താൻ പറ്റുമോ? അല്ലെങ്കിൽ ദൈവത്തെ അറിയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സത്യത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുമോ? ഇതാണ് ചോദ്യം. സാധ്യമല്ല. അത് ഭൗതിക ജ്ഞാനമാണ്, അത് ആപേക്ഷിക ജ്ഞാനമാണ്. അത് ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്ന് നിലനിൽക്കുന്നു എന്നതിൻ്റെ അറിവാണത്. ഈ അറിവ് കൊണ്ട് നമുക്കൊരിക്കലും സത്യത്തിലെത്താൻ സാധ്യമല്ല. കാര്യം സത്യം പലതല്ല, സത്യം ഒന്നേയുള്ളൂ. ഇനി വിഭ്രമ വികാരങ്ങൾ ഉണ്ടാക്കുന്ന അറിവുകൾ നമ്മെ സത്യത്തിലെത്തിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. കാരണം വിഭ്രമങ്ങൾ മുഴുവനും വികാരങ്ങളാണ്, വികാര അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളുടെ അറിവുകളെ നമുക്കൊരിക്കലും ദൈവത്തെ കാണാൻ ഉപയോഗിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ദൈവത്തെ അറിയാൻ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. കാരണം അത് ആപേക്ഷിക ജ്ഞാനമാണ്. ഭൗതിക ജ്ഞാനം പോലെ അല്ലെങ്കിൽ ഭ്രമത്തിൻ്റെ ജ്ഞാനം പോലെ ഇതും ഒരു ആപേക്ഷിക ജ്ഞാനമാണ്. ചില രാസവസ്തുക്കൾ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ആ രാസവസ്തുക്കൾ നൽകുന്ന അനുഭവങ്ങൾ നമ്മെ തെറ്റായി നയിക്കുമ്പോൾ നാം രൂപീകരിക്കുന്ന അറിവാണ് ഈ വിഭ്രമ വികാരങ്ങളുടെ അറിവുകളെല്ലാം തന്നെ. ഇനി നമുക്ക് മതിഭ്രമ അനുഭവം നോക്കാം. എല്ലാ ആത്മീയ അറിവുകളും അനുഭവങ്ങളും ഈ ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ ദൈവികമായ സങ്കല്പങ്ങളും മതിഭ്രമ അനുഭവത്തിൽ നിന്ന് മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് കാണാം. ഈ മതിഭ്രമ അനുഭവങ്ങൾ വെറും മിഥ്യയാണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വ്യക്തമായി തെളിയിച്ചിട്ടുണ്ട്. അതാർക്കും തെളിയിക്കാനും കഴിയും. അപ്പോൾ ഒരു കാരണവശാലും മതിഭ്രമ അനുഭവത്തിലെ ജ്ഞാനം നമ്മളെ സത്യത്തിലേക്ക് നയിക്കുന്നില്ല എന്ന് വ്യക്തമാകുന്നു. അതും ഒരു ആപേക്ഷിക ജ്ഞാനമാണ്. കാരണം ഇലൂഷനെ അല്ലെങ്കിൽ മായയെ ആധാരമാക്കി നാം ഉണ്ടാക്കിയ അറിവുകളാണ് എല്ലാ ദൈവിക അറിവുകളും ദൈവിക സങ്കല്പങ്ങളും. അപ്പോൾ അവയ്ക്കൊരിക്കലും യഥാർത്ഥ ദൈവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ സാധ്യമല്ല. അതും ആപേക്ഷിക ജ്ഞാനമായി അധപ്പതിക്കുന്നു. കാരണം ഒരു മിഥ്യാധാരണയെ അടിസ്ഥാനമാക്കി അല്ലെ ഒരു മിഥ്യ അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ മതിഭ്രമ അറിവുകളെല്ലാം തന്നെ. അപ്പോൾ ഈ 3 അറിവുകളും ആപേക്ഷികങ്ങളാണെന്ന് വ്യക്തമായി. ഒരാത്മാർത്ഥതയുള്ള അന്വേഷകൻ തൻ്റെ ഗുരുവിനെ കണ്ടെത്തുമ്പോൾ അയാൾ ഗുരുവിനോട് ചോദിക്കുന്നു, എന്താണ് സത്യം? എനിക്ക് എങ്ങനെ സത്യത്തിലെത്താൻ കഴിയും? ഗുരു പറയുന്നു, നീ ധ്യാനിക്കുക. നീ ധ്യാനിച്ചാൽ നിനക്ക് സത്യത്തിലെത്താം, സത്യത്തെ അനുഭവിക്കാം. ഉടനെ ശിഷ്യൻ ചോദിക്കുന്നു, എന്താണ് ധ്യാനം? പൂർണ്ണനായ ഗുരു പറയുന്നു, സൂക്ഷ്മമായ നിരീക്ഷണമാണ് ധ്യാനം. സൂക്ഷ്മമായ നിരീക്ഷണം കൊണ്ട് എനിക്ക് എന്താണ് ലഭിക്കുന്നത്? ശിഷ്യൻ തിരിച്ചു ചോദിക്കുന്നു. സൂക്ഷ്മമായ നിരീക്ഷണം കൊണ്ട് നീ കേവല ജ്ഞാനത്തിലെത്തുന്നു. കേവല ജ്ഞാനം നിന്നെ കേവല അനുഭവത്തിലേക്ക് എത്തിക്കുന്നു. ആ കേവല അനുഭവമാണ് സത്യം. അതാണ് നിന്റെ സ്രോതസ്. അത് നിനക്ക് എന്നേക്കുമായി ലയിച്ചു ചേരാം. ഇതാണ് ഗുരു നൽകുന്ന മറുപടി. കേവല ജ്ഞാനവും ആപേക്ഷിക ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഗോപാലന്റെ സ്വപ്നത്തിലേക്ക് തിരിച്ചു വരാം. സ്വപ്നമെന്ന ബോധതലത്തിൽ ഗോപാലൻ കണ്ടതും അനുഭവിച്ചതുമെല്ലാം ആ ബോധതലത്തിലെ അനുഭവങ്ങളും അറിവുകളും മാത്രമാണ്.
രാജാവായ ഗോപാലൻ ഉണർന്ന് വീണ്ടും ഗോപാലൻ എന്ന നിരീക്ഷകനായ ഗോപാലന് മനസ്സിലായി താൻ സ്വപ്നമാണ് കണ്ടത്. സ്വപ്നമെന്ന ബോധതലത്തിൽ താൻ കണ്ട അറിവുകളും അനുഭവങ്ങളുമാണ് തന്നെ ഭയപ്പെടുത്തിയതും കരയിപ്പിച്ചതും. എന്നാൽ അത്തരമൊരു അനുഭവം ഒന്നും തന്നെ ഈ ജാഗ്രതയിലെ ബോധതലത്തിൽ ഇല്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഒരു ബോധതലത്തിലെ അറിവും അനുഭവവും ആ ബോധതലം വിട്ട് അതിന് പുറത്തേക്ക് പോകാൻ സാധ്യമല്ല, അല്ലെങ്കിൽ മറ്റൊരു ബോധതലത്തിലേക്ക് പോകാൻ സാധ്യമല്ല. ഓരോ ബോധതലത്തിലും അതിൻ്റെതായ അറിവുകളും അനുഭവങ്ങളുമുണ്ട്. ആ അറിവുകൾക്കും അനുഭവങ്ങൾക്കും താഴേക്കോ മുകളിലേക്കോ ഉള്ള ബോധതലങ്ങളിലേക്ക് പോകാൻ സാധ്യമല്ല എന്നാണ് രാജാവിൻ്റെ അനുഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോൾ ചോദിക്കും, അതൊരു സ്വപ്നമല്ലേ? ആ ഉദാഹരണം ഇവിടെ ഉപയോഗിക്കാൻ സാധ്യമല്ലല്ലോ. തീർച്ചയായിട്ടും ജാഗ്രതയിൽ നമുക്ക് ഈ ഉദാഹരണം ഉപയോഗിക്കാം. ജാഗ്രത 4 ബോധതലങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ബുദ്ധാബോധതലം, അശുദ്ധ ബോധതലം, വിഭ്രമബോധതലം, മതിഭ്രമബോധതലം. ഈ 4 ബോധതലങ്ങൾ കൂടിയതാണ് ജാഗ്രത എന്ന് നമുക്കറിയാം. ഇതിൽ ഒരു നിരീക്ഷകൻ മതിഭ്രമബോധതലത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ഭാര്യയുടെ ആത്മാവിനോട് സംസാരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഈ ജാഗ്രതയിൽ ഒരു മതിഭ്രമ അനുഭവത്തിൽ നിൽക്കുന്ന ഒരു നിരീക്ഷകൻ, അതായത് തൻ്റെ ഭാര്യയുടെ ആത്മാവിനോട് താൻ സംസാരിക്കുന്നു എന്ന് അനുഭവിക്കുന്ന ഒരു നിരീക്ഷകൻ, അയാളെ എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും മാർഗത്തിൽ ഭ്രമത്തിലേക്ക് ഉണർത്തിയാൽ, അതായത് 2ാമത്തെ ബോധതലത്തിലേക്ക് ഉണർത്തിയാൽ, അതായത് 4ാമത്തെ ബോധതലത്തിൽ നിന്നും 2ാമത്തെ ബോധതലത്തിലേക്ക് ഉണർത്തിയാൽ, തീർച്ചയായും തൻ്റെ മതിഭ്രമ അനുഭവത്തെ അയാൾ നിഷേധിക്കും, തള്ളിക്കളയും. ഇത് സൂചിപ്പിക്കുന്നത് ഒരു കാലത്ത് സത്യവും യാഥാർത്ഥ്യവും എന്ന് മനസ്സിലാക്കിയ ഒരു സംഗതി മറ്റൊരു ബോധതലത്തിൽ യാഥാർത്ഥ്യമല്ല എന്ന് അയാൾ മനസ്സിലാക്കുന്നു, അനുഭവിക്കുന്നു. അപ്പോൾ സ്വപ്നത്തിൻ്റെ ഉദാഹരണമില്ലെങ്കിലും നമുക്കിത് വളരെ എളുപ്പം തെളിയിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ ഒരു ബോധതലത്തിൽ അനുഭവങ്ങളും അറിവുകളും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുവെങ്കിൽ നമുക്ക് ആ ബോധതലത്തിലെ അറിവുകൊണ്ട് സത്യത്തിലേക്ക് ഉണരാൻ സാധ്യമല്ല എന്ന് വ്യക്തമാകുന്നു. അപ്പോൾ സത്യം ബോധ്യപ്പെടുന്ന, സത്യം അനുഭവിക്കുന്ന ഒരു ബോധതലത്തിലേക്ക് ഉണർന്നാൽ മാത്രമേ സത്യം എന്തെന്നും സത്യത്തിൻ്റെ അറിവെന്തെന്നും അല്ലെ സത്യത്തിൻ്റെ അനുഭവം എന്തെന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ബോധശാസ്ത്രം അത്തരമൊരു ഗവേഷണമാണ് നടത്തിയത്. എല്ലാ ബോധതലത്തിലെയും അറിവുകളും അനുഭവങ്ങളും ആപേക്ഷികങ്ങളാണ്. എന്നാൽ ബുദ്ധന്റെ ബോധതലത്തിൽ മാത്രം അത് കേവലമായി മാറുന്നു. അതുകൊണ്ടാണ് ഒരു ബോധതലത്തിൽ ഇരുന്നു കൊണ്ട് നമുക്കൊരിക്കലും ദൈവത്തെയോ സത്യത്തെയോ അറിയാനോ അനുഭവിക്കാനോ കഴിയുകയില്ല എന്ന് ബോധശാസ്ത്രം തെളിവുകൾ നിരത്തി വാദിക്കുന്നത്. സത്യവും ദൈവവും എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ബുദ്ധന്റെ ബോധതലത്തേക്ക് ഉണർന്നേ പറ്റൂ. നമുക്കറിയാവുന്ന 6 ബോധതലങ്ങളിൽ ഏറ്റവും ഉയർന്നതാണ് ബുദ്ധാബോധതലം. ആ ബുദ്ധാബോധതലത്തിലേക്ക് ഉണരാതെ നമുക്കൊരു കാരണവശാലും സത്യത്തെയോ ദൈവത്തെയോ അനുഭവിക്കാനോ അറിയാനോ കഴിയുകയില്ല എന്നാണ് ബോധശാസ്ത്രം വ്യക്തമാക്കുന്നത്. അങ്ങനെയുള്ള ബുദ്ധാബോധതലത്തിലേക്ക് ഉണരേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കുവാൻ ആപേക്ഷിക ജ്ഞാനവും കേവലജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതിനായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. നന്ദി, നമസ്കാരം.